എല്ലാ ഗ്രഹങ്ങളിലേക്കും പ്രകാശം പരത്തുന്നത് സൂര്യനാണ്. കശ്യപ മഹർഷിക്ക് അദിതി എന്ന പത്നിയിൽ ജനിച്ച പുത്രനാണ് സൂര്യൻ. അദിതിയുടെ പുത്രനായതിനാലാണ് സൂര്യന് ആദിത്യൻ എന്ന നാമം സിദ്ധിച്ചിരിക്കുന്നത്. സൂര്യന്റെ ഗതിഭേദങ്ങൾക്ക് അനുസൃതമായി ഉത്തരായനം, ദക്ഷിണായനം, വിഷുവിത്ത് എന്നീ 3 കാലഭേദങ്ങൾ ഉണ്ടാകുന്നു. സൂര്യൻ ദേവധാനിക പുരിയിലെത്തുമ്പോൾ ഉദയവും, സംയമനിപുരിയിലെത്തുമ്പോൾ മധ്യാഹ്നവും, നിമ്ലോചനിയിലെത്തുമ്പോൾ അസ്തമയവും ഉണ്ടാകുന്നു. സൂര്യരഥത്തിന് ഒരു ചക്രമുണ്ട്. ആ ചക്രത്തെ ഒരു വർഷമെന്നും അതിലുള്ള 12 കാലുകളെ മാസങ്ങളെന്നും 6 അരപ്പട്ടകളെ ഋതുക്കളെന്നും വിശേഷിപ്പിക്കുന്നു. വരുണൻ, സൂര്യൻ, സഹസ്രാംശു, ധാതാവ്, തപനൻ, സവിതാവ്, ഗഭസ്തി, രവിപർജന്യൻ, ത്വഷ്ടാവ്, മിത്രൻ, വിഷ്ണു, ആദിത്യൻ ഇപ്രകാരം 12 പേരുകളിലാണ് അഗ്നിപുരാണത്തിൽ ആദിത്യനെ വർണ്ണിച്ചിരിക്കുന്നത്. സൂര്യന് പ്രിയപ്പെട്ട ധാന്യം ഗോതമ്പും, ഇഷ്ടപ്പെട്ട രത്നം മാണിക്യവുമാണ്. പ്രിയപ്പെട്ട ലോഹം ചെമ്പും, ഇഷ്ടപ്പെട്ട പുഷ്പം ചെന്താമരയുമാണ്. സൂര്യന്റെ അധിദേവതാസ്ഥാനം വഹിക്കുന്നത് ശിവനാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളോട് കൂടുതൽ കൂറു പുലർത്തുന്ന സൂര്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആഴ്ച ഞായറാഴ്ചയാണ്. സൂര്യഗ്രഹത്താൽ ഉണ്ടായേക്കാവുന്ന കാലദോഷങ്ങൾ മാറുന്നതിന് ലളിതമായ ചില പരിഹാര മാർഗങ്ങൾ ചുവടെ ചേർക്കുന്നു. സൂര്യപ്രതിഷ്ഠയുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസം പതിവായി 48 ഞായറാഴ്ചകളിൽ ചെന്താമര പൂവിതളുകളാൽ പുഷ്പാഞ്ജലി നടത്തുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ചെയ്യുക. സൂര്യനാരായണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 41 ദിവസം തുടർച്ചയായി ശിവക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും കഴിവിന് അനുസൃതമായ വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുക. ദിവസവും അതിരാവിലെ കുളത്തിലോ പുഴയിലോ ആറ്റിലോ മാറോളം വെള്ളത്തിലിറങ്ങി കിഴക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് അശ്വധ്വജായ വിദ്മഹേ പാശഹസ്തായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത് ഈ മന്ത്രം 108 ഉരു ജപിച്ചിട്ട് മുങ്ങിക്കുളിക്കുക. ഇത് ഗ്രഹദോഷ പരിഹാരത്തിനും ആരോഗ്യ പരിപാലനത്തിനും അത്യുത്തമമാണ്.